എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ തനി നാടൻ കോഴിക്കറിയാണ്. ഈ ഒരു കറിയും എന്റെ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ്. പഴയ പാചകങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്കും ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു കറിയുടെ സ്വാദ് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇനിയിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ചിക്കൻ കറിയിലേക്ക് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടാണ് കറി തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നപ്പോൾ ചിക്കൻ കറി കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതിൽ ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കാനായിരിക്കും ഇഷ്ടവും. ആ ഒരു കാലഘട്ടമൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ പലതരം മസാലകൾ ചേർത്തിട്ടുള്ള കറികളാണ് കൂടുതലും ആളുകൾ തയ്യാറാക്കി എടുക്കുന്നതും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കാൻ പോകാം. ഇനി നമുക്ക് കോഴിക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് മസാലകളൊക്കെ ഒന്നെടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കിലോ അളവിലുള്ള കോഴിക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 2 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, 2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് കുരുമുളകും, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ പെരിഞ്ചീരകവും. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. പെരിഞ്ചീരകവും കുരുമുളകും നമുക്കൊന്ന് ചതച്ചെടുത്ത് വെക്കേണ്ടതാണ്. ഇനി ഗ്രേവിക്കായിട്ടുള്ള ചേരുവകൾ എടുത്ത് വയ്ക്കാം. 2 വലിയ സവാള, 150 ഗ്രാം അളവില് കൊച്ചുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ച് വെക്കണം. 3 ബോൾ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഉള്ളിയും സവാളയും തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയുടെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചതച്ചെടുത്ത് വെക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു ചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കഴുകി വെള്ളം എല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകം ചേർത്ത് ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു ചേരുവ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും കട്ട് ചെയ്തത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഉള്ളിയും സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വഴറ്റുന്ന സവാള നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു കിട്ടണം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ചേർത്ത് വെക്കുന്നത് വളരെ തന്നെ നല്ലതാണ്. ചിക്കൻ കറി കഴിക്കാത്ത ആൾക്കാർക്ക് ഉരുളക്കിഴങ്ങ് കൂട്ടിയും ചോറ് കഴിക്കാം. ഈ ഒരു കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അല്പം വലുതാക്കി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ സവാള ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതേ പരുവമായാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി പൊടികളും കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ എണ്ണയൊക്കെ ചേർത്ത് തയ്യാറാക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അത്രയും തന്നെ എണ്ണ ചേർക്കുന്നുള്ളൂ. പൊടികളൊക്കെ നല്ലോണം മൂത്തൊന്ന് വരണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് വറുത്തരപ്പാണ്. ഒരു 2-3 പീസ് അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കൈവശം വറുത്തരപ്പില്ലെങ്കിൽ അത് ഒഴിവാക്കി ചെയ്യാവുന്നതുമാണ്. വറുത്തരപ്പ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തിരുമ്മിയെടുത്ത നാളികേരത്തിലേക്ക് കുരുമുളകും പെരിഞ്ചീരകവും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്ത് അരച്ചു വയ്ക്കുന്നതാണ്. ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വറുത്തരപ്പും ചേർത്ത് നല്ലോണം മസാല മുരിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ പീസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ പീസുകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മസാലയും ചിക്കനും കൂടി കൂട്ടിച്ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 3 മിനിറ്റ് നേരമെങ്കിലും ചിക്കൻ മസാലയിൽ ഇട്ട് കൊടുത്താൽ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയെല്ലാം ചിക്കനിലേക്ക് നല്ല പോലെ ഇളക്കി പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉപ്പും ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ചെറിയ തീയിലാണ് നമുക്ക് വെച്ചു കൊടുക്കേണ്ടതും. അങ്ങനെ ഒരു 3 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയിൽ അത്യാവശ്യം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കുമ്പോൾ വലിപ്പത്തിലായിരിക്കണം കഷ്ണങ്ങളാക്കേണ്ടതും. അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കുഴയാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിനു ശേഷം കഷ്ണങ്ങൾ വെന്ത്
വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ കഷ്ണങ്ങളിൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കഴിഞ്ഞാൽ കഷ്ണങ്ങൾ പൊടിയാതെ തന്നെ നമുക്ക് പാചകം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ 250 മില്ലി അളവിലാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കറിക്ക് കുറച്ചുകൂടെ ചാറൊക്കെ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ അളവില് സ്പെഷ്യൽ മസാലയാണ്. മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ നമുക്കൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ കഷ്ണങ്ങള് പെട്ടെന്ന് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി ഇതുപോലെ വെന്ത് കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തിരുമിയതിന് ശേഷം ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കറി മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു കോഴിക്കറി നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. നല്ല സ്വാദാണ് കഴിക്കാനായിട്ടും. ഈ ഒരു കോഴിക്കറിക്ക് മാച്ച് ആയിട്ടുള്ളത് നല്ല ചൂട് ചോറാണ്. ചൂട് ചോറിനും നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ടിന്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.